ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ ശക്തിക്ക് വിരുദ്ധമാകുമെന്ന് വളരെ വ്യക്തമായി തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതിയിലുള്ള വിരട്ടലും വിലപേശലും ബ്രിക്സ് രാജ്യങ്ങളോട് വില പോകില്ല. ഡോളറിൻ്റെ മൂല്യം ഇടിയുകയും ഡോളറിൻ്റെ വിനിമയം കുറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ സംയുക്തമായി എടുക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി സഹകരിച്ച് എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ ഒരു ഉണർവ് നൽകുന്ന തീരുമാനമാണ് എടുക്കുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടീകരണ പദ്ധതി തുറന്നുകൊണ്ടിരിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് റഷ്യയുടെ പരിപൂർണമായ പിന്തുണയാണ്. റഷ്യയെ ഡയറക്റ്റായി അറ്റാക്ക് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്ക അങ്ങനെ ചെയ്താൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാകും. യുദ്ധക്കെടുതികൾ അത് ചില്ലറ യുദ്ധക്കെടുതിയൊന്നുമായിരിക്കില്ല. വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ പ്രതിദിനം 7000 കോടിയിലധികം രൂപ ഡിഫൻസിന് വേണ്ടി അമേരിക്ക ചിലവാക്കുന്നു. ഇതൊരു പക്ഷേ 15,000 കോടിയിലേക്ക്, അതായത് ഇതിൻ്റെ ഇരട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴുണ്ടാകുന്ന കപ്പൽ ഗതാഗതങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ എല്ലാം ഇറാൻ്റെ സാങ്കേതിക വിജയമായി തന്നെ കണക്കാക്കാം.